ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ക്രോഷയുടെ പഠനമൊക്കെ ദേ ഇവിടം വരെ എത്തി. കുറേ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഭയങ്കര രസമാണ് ചെയ്ത് വരാൻ. ഞാൻ ചെയിൻ സ്റ്റിച്ച് പല രീതിയിലിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് 2-3 പൂക്കളമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഹാലോവീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പംകിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചെയ്തു എന്ന് പറയാം. അതിങ്ങനെ ഞാൻ വിചാരിച്ചു വെറുതെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കേണ്ട എന്തെങ്കിലും സാധനങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പംകിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഹാലോവീൻ്റെ അന്നാണ് ഇത് ചെയ്ത് തീർത്തത്. പിന്നെ വീഡിയോ ഇടാൻ 2 ദിവസം ലേറ്റായിപ്പോയി. എന്നാലും യൂട്യൂബിലൊക്കെ നോക്കി ഞാനൊരു പംകിൻ പാറ്റേണൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 സ്ട്രാൻഡ്സ് നൂലിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ഓറഞ്ച് മാത്രം ആക്കിയില്ല, യെല്ലോ മാത്രം ആക്കിയില്ല, ഓറഞ്ച് യെല്ലോ കൂടെ മിക്സ് ചെയ്ത് നോക്കാമെന്ന് വെച്ചൊരു ട്രൈ. അങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയുണ്ട്. നല്ലൊരു കട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വീഡിയോസുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും, ഇംഗ്ലീഷിലായാലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ചാനൽ നോക്കി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ പഠിക്കുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശരിയായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നല്ലതായിട്ട് വന്നപ്പം ഞാനങ്ങ് പെട്ടെന്ന് ചെറിയ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ, എൻ്റെ ഒരു സന്തോഷം, ഞാനത് ട്രൈ ചെയ്തെടുത്തതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഒരേപോലെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡ് ഒന്ന് തയ്ച്ചിട്ട് നമ്മുടെ സാധാരണ നൂലിട്ട് തന്നെ അത് തയ്ച്ചിട്ട് അതിനകത്ത് കുറച്ച് കോട്ടണൊക്കെ ഫില്ല് ചെയ്ത് പംകിൻ്റെ അതേ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പംകിനാട്ടോ. പിന്നെ ഞാനിതിൻ്റെ ലീഫ് പോലെ ഇങ്ങനെ ഒരു സ്പൈറലായിട്ട് കിടക്കുന്ന സാധനമില്ലേ, അതും അതിൻ്റെ മുകളിൽ കുറച്ച് ത്രെഡൊക്കെ വെച്ച് ചുറ്റി പേപ്പറിൽ ചുറ്റി കോൺ ഷേപ്പിലൊക്കെ എടുത്ത് അങ്ങനെ ചുറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇനി കുറച്ചുകൂടെ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ ഒരു ട്രൈ ആണ് കേട്ടോ. ഈ ട്രൈ എനിക്ക് സക്സസ് ആയി. ഫസ്റ്റ് അറ്റംപ്റ്റാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇതിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇനി നല്ല സൂചിയും കുറച്ച് നല്ല ത്രെഡ്സും ഒക്കെ സംഘടിപ്പിച്ചിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാധനമാണല്ലോ ഇങ്ങനത്തെ ക്രോഷയുടെ ഇത്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ചെയ്യാൻ. നല്ലതായിട്ട് നല്ലൊരു ഹോബിയാണ് കേട്ടോ. പിന്നെ കൂടുതൽ വേറെയും ക്രാഫ്റ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതും ചെയ്യണം. ഇതിപ്പം കാണുമ്പോൾ ഒരു ഓറഞ്ച് അല്ലി പോലെയൊക്കെയാണല്ലേ തോന്നുന്നത്. എന്തായാലും എൻ്റെ ഈ കുഞ്ഞു പംകിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇനിയും കുറേ കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും കുറേ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും താങ്ക് യു.